EPF ട്യൂട്ടറിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു എംപ്ലോയിയെ അദ്ദേഹത്തിൻ്റെ എംപ്ലോയർ പോർട്ടലിൽ രജിസ്ട്രേഷൻ നടത്തി എങ്ങനെയാണ് ആ എംപ്ലോയിക്ക് UAN നമ്പറും PF നമ്പറും ഒക്കെ അലോട്ട് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് ലൈവായി കാണിക്കുകയാണ്. ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഒരു എംപ്ലോയി പുതിയതായി ജോയിൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. എംപ്ലോയറുടെ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എംപ്ലോയറുടെ കയ്യിൽ നിന്നും ഡിക്ലറേഷൻ ഫോം, അതായത് ഫോം 11 സൈൻ ചെയ്ത് മേടിക്കുക എന്നതാണ്. 2017 ശേഷം ഉപയോഗിക്കുന്ന ഡിക്ലറേഷൻ ഫോം എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ഡിക്ലറേഷൻ ഫോം 11 ആണ്. അത് ഗൂഗിളിൽ കോമ്പോസിറ്റ് ഡിക്ലറേഷൻ ഫോം 11 ഇൻ EPFO എന്ന് സെർച്ച് ചെയ്താൽ ലഭിക്കും. അത് എംപ്ലോയി ഫിൽ ചെയ്ത് അതിനോടൊപ്പം എംപ്ലോയിയുടെ KYC പർട്ടിക്കുലേഴ്സ്, അതായത് ആധാർ, ബാങ്ക് അക്കൗണ്ട്, പാൻ ഉണ്ടെങ്കിൽ പാന്, ഇവയുടെ കോപ്പി സഹിതം എംപ്ലോയർക്ക് സമർപ്പിക്കണം. ഈ ഫോം 11 ആ എംപ്ലോയിക്ക് പ്രീവിയസ് സർവീസ് ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച PF അക്കൗണ്ട് നമ്പറും UAN നമ്പറും ഒക്കെ ഫർണിഷ് ചെയ്തിരിക്കും. ഇനി ഫോം 11 നോക്കുമ്പോൾ ആ എംപ്ലോയിക്ക് ഓൾറെഡി ഒരു UAN ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ UAN ഉള്ള ആ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് എംപ്ലോയർക്ക് എംപ്ലോയർ പോർട്ടലിൽ പോയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. അതായത് അയാളുടെ പാസ്റ്റ് സർവീസ്, പ്രീവിയസ് സർവീസ് ഒക്കെ എന്തൊക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്യാൻ പറ്റും. ആ വെരിഫിക്കേഷന് ശേഷം ഡേറ്റ് ഓഫ് ജോയിനിങ് പോലെയുള്ള കാര്യങ്ങൾ നൽകി KYC പർട്ടിക്കുലേഴ്സ് അപ്രൂവ് ചെയ്യണം. അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ UAN നമ്പറുമായി ലിങ്ക് ചെയ്യപ്പെട്ട ഒരു പുതിയ PF അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ മെമ്പർ ID ആ സ്ഥാപനത്തിൽ ക്രിയേറ്റ് ആകും. ഇനി മറ്റൊരിടത്തും വർക്ക് ചെയ്യാതെ ഈ സ്ഥാപനത്തിൽ ആദ്യമായി ജോലിക്ക് വന്ന ഒരു വ്യക്തിയാണ് എന്ന് കരുതുക. അപ്പോൾ അദ്ദേഹത്തിന് ഒരു UAN നമ്പറും ഇല്ല. ആ വ്യക്തിയുടെ കാര്യത്തിൽ ബേസിക് ഡീറ്റെയിൽസും KYC പർട്ടിക്കുലേഴ്സും നൽകി രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ആദ്യത്തെ ഡ്യൂട്ടി. KYC എന്ന് പറയുമ്പോൾ ആധാർ ഉണ്ട്, ബാങ്ക് ഉണ്ട്, പാൻ ഉണ്ടെങ്കിൽ അതുമുണ്ട്. ഇത് മൂന്നും നൽകി സേവ് ചെയ്യുമ്പോൾ ആധാർ വെരിഫൈ ആകും. അതായത് ആധാറിൻ്റെ സൈറ്റിൽ UIDAയുടെ ഡേറ്റാബേസിൽ പോയിട്ട് ഇത് വെരിഫിക്കേഷൻ നടക്കും, അല്ലെങ്കിൽ ഓതൻറ്റിക്കേഷൻ നടക്കും. അപ്പോൾ ആധാർ വെരിഫൈഡ് ആവുകയാണെങ്കിൽ ബേസിക് ഡീറ്റെയിൽസ് എംപ്ലോയർ അപ്രൂവ് ചെയ്യുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് ഒരു പുതിയ UAN നമ്പറും PF അക്കൗണ്ട് നമ്പറും അലോട്ടായി വരും. സാധാരണഗതിയിൽ ആധാറിലെ ഡേറ്റ അതേപടി നൽകുന്നത് കൊണ്ട് ആധാർ വെരിഫിക്കേഷൻ വളരെ ഈസിയായി തന്നെ നടക്കും. ഇനി ചില കേസുകളിൽ ആധാർ വെരിഫിക്കേഷൻ നടക്കാതെ ഡേറ്റ മിസ്മാച്ച് കാണിക്കും. അപ്പോൾ അതിനർത്ഥം ആധാർ കാർഡിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഡേറ്റയും ആധാറിൻ്റെ, അതായത് UIDAയുടെ ഡേറ്റാബേസിലെ ഡേറ്റയും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ്. ജനന തീയതിക്ക് പകരം വർഷം മാത്രം പ്രിന്റ് ചെയ്തിട്ടുള്ള ആധാറിൻ്റെ കാര്യത്തിലൊക്കെയാണ് ഇത് സാധാരണ സംഭവിക്കുന്നത്, ഡേറ്റ മിസ്മാച്ച് സംഭവിക്കുന്നത്. അത്തരം കേസുകളിൽ എംപ്ലോയർക്ക് ആ പുതിയ എംപ്ലോയിക്കായി ഒരു UAN നമ്പറും PF നമ്പറും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എംപ്ലോയർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ എംപ്ലോയിയോട് പറയണം ആ വ്യക്തിയുടെ ആധാറിലെ ഡേറ്റയിൽ വ്യത്യാസമുണ്ട്, അത് അക്ഷയ സെൻറ്ററിൽ പോയി കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണമെന്ന്. ജനന തീയതിക്ക് പകരം വർഷം മാത്രം പ്രിന്റ് ചെയ്തിരിക്കുന്ന ആധാർ കാർഡാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ജനനത്തീയതിയുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കാൻ UIDAയുടെ സൈറ്റിൽ നിന്ന് ഈ ആധാർ ഡൗൺലോഡ് ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ ചെന്നിട്ട് ജനന തീയതി ഉൾപ്പെടെയുള്ള ആധാറിൻ്റെ കോപ്പി വേണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്താൽ മതി. ഏതായാലും അതിനുശേഷം എംപ്ലോയിയുടെ കറക്റ്റായിട്ടുള്ള ആധാറുമായിട്ട് എംപ്ലോയർ വെരിഫിക്കേഷൻ ചെയ്യണം. അങ്ങനെ ചെയ്ത് ആധാർ വെരിഫൈഡ് ആകുമ്പോൾ ആ വ്യക്തിക്ക് UAN നമ്പറും PF നമ്പറും അലോട്ടായി വരും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരു എംപ്ലോയി ഇപ്പോൾ ഒരു മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ അല്ലെങ്കിൽ 1-ാം തീയതി ജോയിൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അദ്ദേഹത്തെ സംബന്ധിച്ച് ആധാർ നോട്ട് മാച്ച്ഡ് അല്ല എന്നും വിചാരിക്കുക. അപ്പോൾ ആ വ്യക്തിക്ക് PF നമ്പറുമില്ല, UAN നമ്പറുമില്ല. ആ മാസം മുഴുവൻ അയാൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ എംപ്ലോയി എത്രയും വേഗം അക്ഷയ സെൻറ്ററുമായി ബന്ധപ്പെട്ട് ആധാർ കറക്റ്റ് ചെയ്ത് എംപ്ലോയർ മുഖേന ആധാർ വെരിഫിക്കേഷൻ നടത്തിയിരിക്കണം. എങ്കിൽ മാത്രമേ തൊട്ടടുത്ത മാസം എംപ്ലോയർക്ക് ഇദ്ദേഹത്തിന്റെ PF എമൗണ്ട് EPFൽ അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഡിലേ വന്നാൽ എംപ്ലോയർ ഡാമേജസ് നൽകേണ്ടി വരും. അപ്പോൾ 1-ാം തീയതി ജോയിൻ ചെയ്ത ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് ആകെ കിട്ടുന്നത് ഒരു 30 ദിവസം, മാക്സിമം 45 ദിവസം വരെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്കറിയാം അടുത്ത മാസം 15-ന് മുമ്പേ ഈ എംപ്ലോയിയുടെ PF എമൗണ്ട് എംപ്ലോയർ EPFൽ അടയ്ക്കണം. അത് സാധിച്ചില്ല എങ്കിൽ പ്രശ്നമാവും. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളുടെ ആധാർ സീഡിംഗ് അല്ലെങ്കിൽ ആധാർ വെരിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് തന്നെ എംപ്ലോയർ നടത്തണമെന്നുള്ളത്. അതേസമയം നേരത്തെ പറഞ്ഞ ഒരു UAN ഓൾറെഡി ഉള്ള, അതായത് പ്രീവിയസ് സർവീസ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു പുതിയ സ്ഥാപനത്തിൽ ആധാർ വെരിഫിക്കേഷൻ നടന്നില്ല എങ്കിലും PF അക്കൗണ്ട് നമ്പർ ക്രിയേറ്റ് ആവും. അപ്പോൾ പേയ്മെന്റ് നടത്താനും സാധിക്കും. സബ്സിക്വന്റ്ലി ആ വ്യക്തി ആധാർ സീഡ് ചെയ്താൽ മതി. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇനി നമുക്ക് എംപ്ലോയർ പോർട്ടലിൽ ഇത് എങ്ങനെ ചെയ്യുന്നുവെന്ന് ഡയറക്റ്റായി കയറി നോക്കാം. ഏറ്റവും എളുപ്പമായ വഴി ഗൂഗിളിൽ EPFO എംപ്ലോയർ പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ മതി. EPFO എംപ്ലോയർ പോർട്ടൽ. അപ്പോൾ കിട്ടുന്ന യൂണിഫൈഡ് പോർട്ടലിൽ ക്ലിക്ക് ചെയ്യുക. എംപ്ലോയർ പോർട്ടലിൻ്റെ സൈൻ ഇൻ സ്ക്രീൻ വരും. അവിടെ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. അത് കഴിഞ്ഞ് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യുമ്പോൾ ഈ ഹോം സ്ക്രീനിലേക്ക് വരും. ഇവിടെ നമുക്ക് ആവശ്യം എംപ്ലോയിയെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എംപ്ലോയി എന്ന് പറയുമ്പോൾ ഒരു മെമ്പറാണ്. ആ മെമ്പറിനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഈ മെമ്പറിൻ്റെ മെനുവിലേക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമതായി കാണുന്നതാണ് രജിസ്റ്റർ ഇൻഡിവിജ്വൽ. അത് ക്ലിക്ക് ചെയ്യുക. ഇത് മെമ്പർ രജിസ്ട്രേഷൻ്റെ സ്ക്രീനാണ്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. മുകളിലത്തെ ഭാഗം ബേസിക് ഡീറ്റെയിൽസ്, ആ എംപ്ലോയിയുടെ ബേസിക് ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യേണ്ട സ്ഥലവും, തൊട്ട് താഴെ കാണുന്നത് ആ മെമ്പറിനെ സംബന്ധിച്ചുള്ള KYC ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യാനുള്ള സ്ഥലവും. ഇവിടെ
രണ്ട് കാര്യങ്ങളുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം, പ്രീവിയസ് എംപ്ലോയ്മെൻറ്റ്/UAN അത് നോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് യെസ് ആണെങ്കിൽ അത് മറ്റൊരു സ്ക്രീനിലേക്ക് പോകും. ഇവിടെ ഇപ്പോൾ ബൈ ഡീഫോൾട്ട് പുതിയ എംപ്ലോയിയെ രജിസ്റ്റർ ചെയ്യേണ്ട സ്ക്രീനാണ് വന്നിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, 1-2 ഫീൽഡുകളെല്ലാം സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റാർ കൊടുത്തതിന് അർത്ഥം അത് മാൻഡേറ്ററി ആണ്. അത് കൊടുത്തെങ്കിൽ മാത്രമേ അടുത്ത സ്ക്രീനിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് പേരെന്ന് പറയുമ്പോൾ ഇവിടെ മിസ്റ്ററോ മിസ്സിസോ അതെന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. തൊട്ടടുത്ത് ആധാറിൽ എങ്ങനെയാണോ ടൈപ്പ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ പേര് ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്തും ആധാറിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇവിടെയാണ് ഒരു കാര്യം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. പണ്ടത്തെ ആധാറിലെല്ലാം ഇയർ മാത്രമേ കാണുകയുള്ളൂ, വർഷം മാത്രമേ കാണുകയുള്ളൂ. ഇയർ ഉണ്ടെങ്കിൽ UIDയുടെ പോളിസി അനുസരിച്ച് അന്ന് ആധാർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, വർഷം മാത്രമാണ് പറഞ്ഞിരുന്നെങ്കിൽ ജനുവരി മാസത്തിലെ 1-ാം തീയതിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1967 എന്നാണെങ്കിൽ അത് ആ വർഷത്തിൻ്റെ 1/1/1967 ആയിരിക്കും ആ ആധാറിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഇയർ മാത്രമുള്ള ആധാറിൽ ജനുവരി 1-ാം തീയതിയായി ജനനത്തീയതി കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ആധാറിലെ ഡേറ്റും അക്സെപ്റ്റ് ആവും. പേരും ജനനത്തീയതിയും കൊടുത്ത് ബാക്കി കാര്യങ്ങളെല്ലാം കൊടുക്കുക, ജെൻഡർ കൊടുക്കുക, ബാക്കി കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഇവിടെ കൊടുക്കേണ്ട മാൻഡേറ്ററി ഫീൽഡ് എന്ന് പറയുന്നത് ഫാദേഴ്സ് നെയിം, മെരിറ്റൽ സ്റ്റാറ്റസ്, നാഷണാലിറ്റി, റിലേഷൻ, ഡേറ്റ് ഓഫ് ജോയിനിങ് ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് KYC പർട്ടിക്കുലേഴ്സാണ്. ഇവിടെ ഏറ്റവും പ്രധാനം എന്താണ്? ആധാർ തന്നെയാണ്. അത് ഇവിടെ ആധാറിൻ്റെ ഡേറ്റ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോഴത്തേക്കും ഇവിടെ ആധാറിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ പേര് ആധാറിനനുസരിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ തൊട്ട് മുകളിൽ പാനും ബാങ്ക് അക്കൗണ്ട് നമ്പറും ഒക്കെ കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. സേവ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആധാർ നമ്പറും ഇവിടെ കൊടുത്ത ആധാർ നമ്പറും ഈ മുകളിൽ കൊടുത്ത പേരും ജനനത്തീയതിയും ജെൻഡറും ആധാറിലെ ഡേറ്റയുമായി മാച്ച് ആയതിനു ശേഷം അത് മാച്ച് ആവുകയാണെങ്കിൽ ഇത് സേവ് ബട്ടൺ ചെയ്യുമ്പോൾ ആധാർ വെരിഫൈഡ് ആകും. ഇനി സേവ് ചെയ്യുമ്പോൾ ആധാറിലെ ഡേറ്റ, ഈ തന്ന ഡേറ്റ ആധാറിലെ ഡേറ്റയുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ആധാർ വെരിഫിക്കേഷൻ നടക്കില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ ടിക്ക് മാർക്ക് മാറ്റിയതിന് ശേഷം സേവ് ചെയ്യുക. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ ആധാർ വെരിഫിക്കേഷൻ നടന്നിട്ടില്ല, ബാങ്ക് അക്കൗണ്ട് നമ്പറും പാനും മാത്രമേ സേവ് ആയിട്ടുള്ളൂ. ഒരു പുതിയ എംപ്ലോയി സംബന്ധിച്ച് ആധാർ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ PF അക്കൗണ്ട് നമ്പർ അലോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ UAN നമ്പറും അലോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആധാർ വെരിഫിക്കേഷൻ നടത്താതെ ബാങ്കും പാനും ഉൾപ്പെടെ സേവ് ചെയ്ത ഡേറ്റ താഴെ മെമ്പർ ഡീറ്റെയിൽസ് പെൻഡിങ് ഫോർ അപ്രൂവലിൽ വന്ന് കിടക്കും. ഇവിടെ രണ്ടാമത്തെ എംപ്ലോയി ആധാർ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ വീണ്ടും ഡേറ്റ ഒരിക്കൽ കൂടി ടൈപ്പ് ചെയ്യേണ്ടി വരില്ല. ഈ കാണുന്ന മെമ്പർ ഡീറ്റെയിൽസ് പെൻഡിങ് ഫോർ അപ്രൂവലിൽ ആ ഡേറ്റയുടെ എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം എൻ്റർ ചെയ്ത ഡേറ്റ എല്ലാം സ്ക്രീനിൽ വരും, ഇവിടെ വരും. അതിൽ ആധാർ ക്ലിക്ക് ചെയ്ത് ആ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തു കഴിഞ്ഞ് സേവ് ചെയ്താൽ മതി. അപ്പോൾ ആധാറിൻ്റെ വെരിഫിക്കേഷൻ നടക്കും, ഡേറ്റ പിന്നെ അപ്രൂവലിനായി വന്ന് കിടക്കും. അടുത്തതായി അപ്രൂവൽസ് ആണ്. എംപ്ലോയറിനെ സംബന്ധിച്ച് 2 രീതിയിലുള്ള അപ്രൂവൽ ഉണ്ട്. ഒന്ന് ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ലെങ്കിൽ E-സൈൻ ഉപയോഗിച്ച് അപ്രൂവ് ചെയ്യേണ്ടവ, മറ്റൊന്ന് സാധാരണ രീതിയിലുള്ള അപ്രൂവൽ, അതായത് സിമ്പിൾ അപ്രൂവൽ. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ അപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് ബേസിക് ഡീറ്റെയിൽസും മറ്റൊന്ന് KYC. അത് അപ്രൂവ് ചെയ്യേണ്ടത് മെമ്പർ എന്ന മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ താഴോട്ട് നോക്കിയാൽ കാണാം അപ്രൂവൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. അതാണ് സാധാരണ രീതിയിലുള്ള സിമ്പിൾ അപ്രൂവൽ. സിമ്പിൾ അപ്രൂവൽ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചറോ E-സൈനോ ആവശ്യമില്ല. അതേസമയം വെരിഫൈഡ് ആധാർ സിമ്പിൾ അപ്രൂവൽ ചെയ്യണം. അത് ഇവിടെ തന്നെ ചെയ്യാം, പക്ഷേ PF അക്കൗണ്ട് നമ്പറും UAനും ജനറേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് ചെയ്യേണ്ടത്. ഈ എസ്റ്റാബ്ലിഷ്മെന്റിനെ സംബന്ധിച്ച് ഒരു ആളെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ഡേറ്റയൊന്നും കാണുന്നില്ല. ഈ ഡേറ്റ രജിസ്റ്റർ ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ ഇവിടെ ഒരു ലൈൻ ഉണ്ടാവും, മെമ്പർ ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ എന്നൊരു ലൈൻ കാണും. അതിൽ അവരുടെ ഡീറ്റെയിൽസ് കാണും. അതിൻ്റെ വലതുവശത്ത് വ്യൂ, അപ്രൂവ്, റിജക്റ്റ് എന്ന ബട്ടൺസ് കാണും. അതിൽ വ്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത ആ ഡീറ്റെയിൽസ് എല്ലാം അതിൽ കാണാം. അപ്രൂവ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് UAN നമ്പറും PF നമ്പറും അലോട്ടായി വരും. ഇനി രണ്ടാമത് ചെയ്യാനുള്ളത് ഇദ്ദേഹത്തിന്റെ KYC ആണ്. അത് അപ്രൂവ് ചെയ്യണം. അത് ഡിജിറ്റൽ സിഗ്നേച്ചറോ അല്ലെങ്കിൽ E-സൈൻ വെച്ചോ അപ്രൂവ് ചെയ്യണം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രജിസ്റ്റർ ചെയ്ത സമയത്ത് നമ്മളിപ്പോൾ KYC ഇദ്ദേഹത്തിന്റെ അപ്രൂവ് ആയി എന്ന് വിചാരിക്കുക, ആധാർ ഉൾപ്പെടെ ആധാർ സീഡഡ് ആയി എങ്കിൽ ആധാർ വീണ്ടും രണ്ടാമത് എംപ്ലോയർ ഡിജിറ്റൽ സിഗ്നേച്ചറോ അല്ലെങ്കിൽ E-സൈനോ ഉപയോഗിച്ച് വീണ്ടും അപ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ബാങ്ക് അക്കൗണ്ട് നമ്പറോ പാനോ അതുപോലുള്ള കാര്യങ്ങൾ മാത്രം ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ച് അപ്രൂവ് ചെയ്താൽ മതി. അത് അപ്പോൾ മെമ്പർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നേരത്തെ കണ്ട സാധാരണ സിമ്പിൾ അപ്രൂവൽ കഴിഞ്ഞിട്ട് അതിന് താഴോട്ട് വരുമ്പോൾ തന്നെ കാണാം അപ്രൂവ് KYC പെൻഡിങ് ഫോർ ഡിജിറ്റൽ സിഗ്നേച്ചർ. അത് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കാണും. ഈ എസ്റ്റാബ്ലിഷ്മെന്റിനെ സംബന്ധിച്ച് ഒന്നുപോലും KYC പെൻഡിങ് ഇല്ല, അതുകൊണ്ടാണ് ഇത് നില്ലായിട്ട് കാണിക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത KYC ബാങ്ക് ആണോ അല്ലെങ്കിൽ പാനോ
അത് ഇങ്ങനെ ലൈനായിട്ട് കാണും. ബാങ്ക് ഡീറ്റെയിൽസും പാൻ ഡീറ്റെയിൽസും. അത് ഡിജിറ്റൽ സിഗ്നേച്ചറോ ഇ സൈനോ ഉപയോഗിച്ച് അപ്രൂവ് ചെയ്യാം. ഡിജിറ്റൽ സിഗ്നേച്ചറും ഇ സൈനും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഇനി വരുന്ന വീഡിയോകളിൽ പറയാം. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഒരു UAN ഇല്ലാത്ത ഒരു പുതിയ എംപ്ലോയിയെ എങ്ങനെ രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തിന് UAN-ഉം PF അക്കൗണ്ട് നമ്പറും അദ്ദേഹത്തിൻ്റെ KYC എങ്ങനെ അപ്രൂവ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. ഇനി നമുക്ക് ആൾറെഡി UAN ഉള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് എങ്ങനെ PF അക്കൗണ്ട് നമ്പർ അലോട്ട് ചെയ്യുന്നു എന്ന് നോക്കാം. അതും നേരത്തെ പറഞ്ഞതുപോലെ പഴയ സ്ക്രീൻ തന്നെയാണ്. ഈ രജിസ്റ്റർ ഇൻഡിവിജ്വലിൽ എടുക്കുക. അതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം പ്രീവിയസ് എംപ്ലോയ്മെന്റ്/UAN. അവിടെ നോ എന്നാണ് ബൈ ഡിഫോൾട്ട് കിടക്കുന്നത്. ഇവിടെ യെസ് എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുമ്പോൾ മറ്റൊരു സ്ക്രീനിലേക്ക് അത് പോകും. ഇവിടെ ആ വ്യക്തിയുടെ UAN നമ്പർ കൊടുക്കുക, ആധാർ നമ്പർ കൊടുക്കുക, പേര് കൊടുക്കുക, ജനനത്തീയതിയും കൊടുക്കുക. ഇത് കൊടുത്തിട്ട് വെരിഫൈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ എംപ്ലോയിയുടെ പ്രീവിയസ് എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കും. വീണ്ടും പഴയ സ്ക്രീനിൽ തന്നെ വരും. ആദ്യത്തെ രജിസ്ട്രേഷന്റെ സ്ക്രീനിൽ തന്നെ അത് വരുമ്പോൾ ഇവിടെ ഈ സ്ക്രീനിൽ വരുമ്പോഴേക്കും ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള ആ എംപ്ലോയെ സംബന്ധിച്ചുള്ള മിക്കവാറും എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഫീൽഡ് ആയിരിക്കും. ഇപ്പോൾ പുതിയ എംപ്ലോയറെ സംബന്ധിച്ച് ഡേറ്റ് ഓഫ് ജോയിനിങ് കൊടുക്കണം, അതുപോലെ ബാക്കി കൊടുക്കേണ്ട കാര്യങ്ങളും കൊടുക്കണം. ഇവിടെയും ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പുതിയ എംപ്ലോയർ വീണ്ടും KYC അപ്രൂവ് ചെയ്യണം. അദ്ദേഹത്തിന്റെ ബാങ്ക്, പാൻ, ആധാർ ഇത്തരം കാര്യങ്ങൾ അപ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെയും ആധാർ അപ്രൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ സേവ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ആധാർ വെരിഫിക്കേഷൻ നടക്കും. ആധാർ വെരിഫിക്കേഷൻ നടന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പറഞ്ഞതുപോലെ അപ്രൂവൽസ് ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ അപ്രൂവൽസിൽ പോയിട്ട് അപ്രൂവ് ബട്ടൺ പ്രസ് ചെയ്യണം. അതായത് ബേസിക് ഡീറ്റെയിൽസ് അപ്രൂവ് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പുതിയ PF അക്കൗണ്ട് നമ്പർ അലോട്ട് ചെയ്ത് വരും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പ്രീവിയസ് UAN ഉള്ള ഒരു വ്യക്തിക്ക് ആധാർ സീഡ് ആയില്ല എങ്കിലും PF അക്കൗണ്ട് നമ്പർ അലോട്ട് ആവുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആധാർ കാർഡിലെ ഡേറ്റ ആധാറിലെ ഡേറ്റയുമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അത് അക്ഷയ സെന്ററിൽ പോയിട്ട് തിരുത്തിയതിന് ശേഷം അദ്ദേഹത്തിന് തന്നെ മെമ്പർ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചിട്ട് സ്വന്തമായിട്ട് ആധാർ സീഡ് ചെയ്യാം. അദ്ദേഹത്തിന്റെ എംപ്ലോയി പോർട്ടലിൽ കയറിയിട്ട് ആധാർ സീഡ് ചെയ്യാം. അങ്ങനെ മെമ്പർ ചെയ്യുന്ന KYC എംപ്ലോയർ അപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതും ഈ മെമ്പർ എന്ന മെനുവിലാണ്. ഇവിടെ താഴോട്ട് നോക്കിയാൽ കാണാം അപ്രൂവ് KYC സീഡഡ് ബൈ മെമ്പർ. അത് മൂന്നാമത്തെ അപ്രൂവൽ. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെമ്പർ സ്വന്തമായി ചെയ്ത KYC എല്ലാം ഇവിടെ വന്ന് കിടക്കും. ഈ എസ്റ്റാബ്ലിഷ് സംബന്ധിച്ച് ഒരു ഡോക്യുമെന്റ് പെൻഡിംഗ് ആയിട്ട് കിടക്കുന്നുണ്ട്. അവിടെ അപ്രൂവ് യൂസിങ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇ സൈൻ ഉപയോഗിച്ചോ അത് അപ്രൂവ് ചെയ്യാം. അപ്പോൾ ഒരു എംപ്ലോയർ സംബന്ധിച്ച് 3 തരത്തിലുള്ള അപ്രൂവൽ ഇവിടെ വരുന്നുണ്ട്. ഒന്നതായി ഇവിടെ അപ്രൂവൽ, സാധാരണ രീതിയിലുള്ള അപ്രൂവൽ. രണ്ടാമത് അപ്രൂവ് KYC പെൻഡിംഗ് ഫോർ ഡിജിറ്റൽ സിഗ്നേച്ചർ. മൂന്നാമത് അപ്രൂവ് KYC സീഡഡ് ബൈ മെമ്പർ. ഇത്രയുമാണ് ഒരു പുതിയ എംപ്ലോയിയെ PF-ൽ രജിസ്റ്റർ ചെയ്യാൻ എംപ്ലോയർ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, പുതിയതായി ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആധാർ സീഡിംഗ് വലിയൊരു പ്രശ്നമായി വരുന്നില്ല. കാരണം ആ ആധാറിലെ ഡേറ്റ തന്നെയാണ് നമ്മൾ എംപ്ലോയറുടെ പോർട്ടലിൽ നൽകുന്നത്. പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ സംബന്ധിച്ചാണ്. അതിന്റെ കാരണം എന്തെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം. അതായത് 2012 EPF-ൽ ഓൺലൈൻ സർവീസസ് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഇലക്ട്രോണിക് ചെല്ലാൻ കം റിട്ടേൺ ECR എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് ചെല്ലാൻ കം റിട്ടേൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പേയ്മെന്റ് നടത്തുന്ന സമയത്ത് തന്നെ എംപ്ലോയർ തരേണ്ടതായിട്ടുള്ള റിട്ടേൺസ് എല്ലാം EPF-ൽ ഓൺലൈനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് 2012 വന്നപ്പോൾ ECRന്റെ വേർഷൻ 1 ആയി. 2014 UAN അലോട്ട്മെന്റ് നടക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അന്ന് ആധാർ നമ്പർ എല്ലാം എല്ലാ എംപ്ലോയീസിന്റെയും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് വെറും ആധാർ നമ്പർ മാത്രമേ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ആക്ച്വൽ ആയിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ UIDAയുമായിട്ട് നടത്തിയിരുന്നില്ല. അപ്പോൾ 2017 ECR വേർഷൻ 2 വന്നപ്പോഴാണ് ഇതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ഒരു ഓതന്റിക്കേഷൻ, ഒരു വെരിഫിക്കേഷൻ ആവശ്യം വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നേരത്തെ തന്ന ആധാർ നമ്പർ തന്നവരൊക്കെ തന്നെയും അവരുടെ മാച്ചിങ് നടത്തിയപ്പോഴത്തേക്കും പല ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ പേരും എല്ലാം വ്യത്യാസമായി വന്നു. അവരെ സംബന്ധിച്ചാണ് ഈ ബുദ്ധിമുട്ടുകളെല്ലാം നേരിടുന്നത്. അവർക്ക് ആധാർ മാച്ചിങ് EPF-ലെ ഡേറ്റയുമായിട്ട് മാച്ച് ചെയ്തെടുക്കാനായിട്ട് പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ജനനത്തീയതി EPF-ലെയും ആധാറിലെയും തമ്മിൽ 3 വർഷത്തിൽ കൂടുതൽ വ്യത്യാസമുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് പ്രൂഫ് ഉൾപ്പെടെ തന്നാൽ മാത്രമേ ആധാറിലെ ഡേറ്റ EPF-ലെ ഡേറ്റയാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ ജനനത്തീയതിയുടെ കാര്യത്തിൽ. ഇത്രയുമാണ് ബേസിക് ആയിട്ട് ഒരു എസ്റ്റാബ്ലിഷ്മെന്റിൽ ഒരു എംപ്ലോയി ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ എങ്ങനെയാണ് ഈ EPF-ൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്നതിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇതുപോലെ തന്നെ ഒരു എംപ്ലോയിയെ EPF-ൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയിക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എംപ്ലോയിക്കും ഒരു യൂസർ നെയിമും പാസ്വേഡും ഒക്കെ കിട്ടേണ്ടതുണ്ട്. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ആ എംപ്ലോയി ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിനെ സംബന്ധിച്ചുള്ള പ്രയോജനങ്ങൾ എന്നതിനെ പറ്റി ഇനി വരുന്ന വീഡിയോയിൽ വ്യക്തമാക്കാം. താങ്ക്